ഇന്ത്യക്ക് പുറത്തുള്ള ഖാലിസ്ഥാൻ ഭീകരരെ തീർക്കാൻ ഇന്ത്യൻ ചാരസംഘടനയും റഷ്യൻ ചാരസംഘടനയും സംയുക്തമായാണ് നീങ്ങുന്നതെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ SFJ എന്ന് പറയുന്ന ഖാലിസ്ഥാനി സംഘടന ആരോപിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത് ഏറ്റുപിടിച്ച് കനേഡിയൻ മാധ്യമങ്ങളും രംഗത്തെത്തിയിരിക്കുന്നു. അവർ പറയുന്നത് ഇങ്ങനെയാണ്: കാനഡയിൽ കൊല്ലപ്പെട്ട ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ ഈ സംയുക്ത നീക്കമായിരുന്നു. നിജറിൻ്റെ ടെലിഗ്രാം അക്കൗണ്ട് റഷ്യൻ ചാരസംഘടന ഹാക്ക് ചെയ്യുകയും ഈ വിവരങ്ങൾ റോയ്ക്ക് കൈമാറുകയുമായിരുന്നു. റോ ഭംഗിയായി കൃത്യം നിർവഹിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങൾ പറയുന്നത്. ഗുർബന്ത് സിംഗ് പന്നൂൻ, അമേരിക്കയിലാണ് അദ്ദേഹം. ഗുർബന്ത് സിംഗ് പന്നൂനെ കുറിച്ചുള്ള വിവരങ്ങളും റഷ്യൻ ചാരസംഘടന ഈ റോയ്ക്ക് നൽകുകയും റോ അതിനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തെങ്കിലും തലനാരിഴ വ്യത്യാസത്തിൽ രക്ഷപ്പെടുകയായിരുന്നുവെന്നുമാണ് ഈ മാധ്യമങ്ങളും SFJയും പറയുന്നത്. ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷം റഷ്യൻ അംബാസഡർ ഒലേഗേവി നാട് വിട്ടു എന്നുകൂടി ഇവർ ആരോപിക്കുന്നു. ഈ റഷ്യൻ അംബാസഡറെ കണ്ടെത്തുന്നവർക്ക് പാരിതോഷികം വരെ SFJ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും റഷ്യ ഇതിനോട് പ്രതികരിച്ചത് ആഗോള ഭീകരതയ്ക്കെതിരെയാണ് തങ്ങളുടെ പോരാട്ടം, അതിന് ചേരാവുന്ന രാജ്യങ്ങളുമായി ചേരുകയും അതിൻ്റെ പോരാട്ടം തുടരുകയും ചെയ്യും. ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്നുകൂടി ഒരു താക്കീതും റഷ്യ നൽകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി കനേഡിയൻ മാധ്യമങ്ങളിലും ഒപ്പം തന്നെ പഞ്ചാബിൻ്റെ ചില പ്രാദേശിക മാധ്യമങ്ങളിലും അടക്കം ഇത്തരത്തിൽ മൊസാദിനെ വെല്ലുന്ന ഇന്ത്യൻ നയതന്ത്ര നീക്കങ്ങളും ഒപ്പം തന്നെ ഈ പറയുന്ന റഷ്യയുടെ കൂട്ടുകെട്ടുമെല്ലാം വലിയ ചർച്ചയായി നിറയുകയാണ്. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.